Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് വായിക്കാം എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പം ഡയമണ്ട് ഇൻ ദ ഡസ്റ്റ് ഈ ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് കമ്പനിയുടെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും, അതായത് 2009 ലാസ്റ്റ്, അതായത് ഡിസംബർ എൻഡൊക്കെ ആയപ്പോൾ BSE 500 ഇൻഡെക്സിലെ 40% സ്റ്റോക്ക് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സമ്പത്ത് നഷ്ടമായ ഒരു സമയമായിരുന്നു. അപ്പോൾ കമ്പനികളുടെയൊക്കെ മോശമായിട്ടുള്ള ക്യാപിറ്റൽ അലോക്കേഷൻ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് മോശമായതുകൊണ്ടൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡയമണ്ട് ഇൻ ദ ഡസ്റ്റ് ഈ ഒരു ബുക്കിൻ്റെ ഹെൽപ്പോടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതായത് എങ്ങനെയാണ് സൗരവ് മുഖർജിയും ടീമും ഫ്രോഡ്ലൈൻ കമ്പനീസ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ ഫോറൻസിക് അക്കൗണ്ടിൻ്റെ ഹെൽപ്പോടെ ഫിൽട്ടർ ഔട്ട് ചെയ്തതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയുടെ ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്നൊരു ചാനൽ നമ്മൾ ഡെയിലി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി ഈസി ആക്കാൻ ഈ ഓരോ വീഡിയോസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഒരു കമ്പനിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ അതുപോലത്തെ ഒരു ഫണ്ടമെന്റൽ അനാലിസിസിനൊക്കെ ഉള്ള ഒരു ഫൗണ്ടേഷനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അടങ്ങിയതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് കമ്പനിയുടെ ആസ്തി, അതായത് അസറ്റ്സിനെ പറ്റിയിട്ടും ലയബിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കമ്പനിയുടെ ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ക്യാഷ് ഇൻഫ്ലോസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഫ്ലോസിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഈ ഒരു ബുക്കിൽ നമുക്ക് 3 ലെവൽ ചെക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ലെവൽ 3 ചെക്കിലാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാനുള്ള ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ഇത് ആക്സസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നില്ല. പക്ഷേ ലെവൽ 1 ചെക്കിലാണ് പ്രിലിമിനറി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ലെവൽ 2ലാണ് കോർപ്പറേറ്റ് ഗവർണൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് വരുന്നത്. ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല, ബിക്കോസ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ഫോറൻസിക് അക്കൗണ്ടിങ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെവൽ 1 ചെക്കിൽ വരുന്നതാണ് മാർസിലസ് ക്ലീൻ അക്കൗണ്ടിങ് മോഡൽ. അപ്പോൾ മാർസിലസ് ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ക്വാളിറ്റി ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്രൈറ്ററി മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 12 ഫിനാൻഷ്യൽ റേഷ്യോസ് ആണ് വരുന്നത്. അപ്പോൾ ഹോവേർഡ് ഷിറ്റ്സിൻ്റെ ലെജൻഡറി ബുക്ക് ഓൺ ഫോറൻസിക് അക്കൗണ്ടിങ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു 12 റേഷ്യോൻ്റെ സെലക്ഷൻ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് മെയിൻ കമ്പോണൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റ് ക്വാളിറ്റി ഒക്കെ. അപ്പോൾ ഡയമണ്ട് ഇൻ ദ ഡസ്റ്റ് ഈ ഒരു ബുക്കിൽ സൗരവ് മുഖർജി നമ്മൾ നോക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആയിട്ടാണ് ഈ ഒരു 12 ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഏതൊക്കെയാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അക്കൗണ്ടിങ് ടേംസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്താൽ മാത്രമേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് EBITD ആണ്. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. അതായത് കമ്പനിയുടെ ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EBITD എന്നുള്ളത്. അപ്പം ഇതിൽ നമ്മൾ കമ്പനിയുടെ കോർ പ്രോഫിറ്റാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതായത് ഇവിടെ നമ്മൾ കമ്പനിയുടെ ഏർണിങ്സിന് ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ അമോർട്ടൈസേഷൻ ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർ പ്രോഫിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സെക്കൻഡ് ടേമാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റെഗുലർ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന്, അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ സെല്ല് ചെയ്തിട്ട് കമ്പനി എത്ര ക്യാഷ് ഉണ്ടാക്കുന്നു അതിനാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ തേർഡ് ടേം നമ്മൾ പറയാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ റേറ്റ് ആണ്. അതായത് അസറ്റിൻ്റെ വാല്യൂ ഏത് റേറ്റിലാണ് എല്ലാ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫോർത്ത് വൺ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിങ്ങൾക്ക് റിസർവ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ റിസർവ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ യൂസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർപ്ലസ് സെക്ഷൻ, അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കമ്പനിയുടെ പ്രോഫിറ്റും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ കൂടിയാണ് ഇത്.
ഇനി നമ്മുടെ ഫിഫ്ത്ത് വൺ വരുന്നത് ഈൽഡ് ഓൺ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഈ റേഷ്യോയിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കമ്പനി എത്ര ക്യാഷാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ഇതിൽ എത്രയാണ് ഇൻകം ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ചെയ്തേക്കുന്നത് എന്നാണ്. ഇനി സിക്സ്ത് വൺ ആണ് കണ്ടീജന്റ് ലയബിലിറ്റി ആണ്. അപ്പോൾ കണ്ടീജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വൽ ലയബിലിറ്റി അല്ല. ഇവിടെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അത് നമുക്കൊരു ഒബ്ലിഗേഷൻ വരുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അതിപ്പോൾ കമ്പനിക്കെതിരെ ഒരു തേർഡ് പാർട്ടി ഒരു കേസ് ഫയൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഗനസ്റ്റ് ആയിട്ട് ഈ ഒരു കേസ് വന്നാൽ മാത്രം നമ്മൾ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കേസിൻ്റെ വിധി നമുക്കിപ്പോൾ എഗനസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ക്യാഷ് ഔട്ട്ഫ്ലോ കമ്പനിയിൽ നിന്ന് വരും. അപ്പോൾ ഈ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ പ്രോബബിൾ അല്ല, പോസിബിൾ ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഒരു 50% അല്ലെങ്കിൽ 50% താഴെ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വാറണ്ടി കൊടുക്കാറില്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നാൽ മാത്രമേ അത് നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് പോകുള്ളൂ. അപ്പം ഇതുപോലെയുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കണ്ടീജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി സെവൻത് ടേം വന്ന് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇതൊരു നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് ആണ്. ഇപ്പോൾ ലൈക്ക് ബിൽഡിംഗ്, മെഷീനറി ഒക്കെ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയുള്ള ക്യാഷ് കമ്പനി ഓൾറെഡി പേ ചെയ്തു, ബട്ട് പ്രോപ്പർട്ടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റിൽ കൺസ്ട്രക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എയ്ത്ത് ടേം ഗ്രോസ് ബ്ലോക്ക് ആണ്. അപ്പോൾ കമ്പനി ഹോൾഡ് ചെയ്തേക്കുന്ന ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടേം വരുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോസ് ആണ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റേഴ്സും നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തു, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനിക്ക് എത്ര ക്യാഷാണ് ബാക്കിയുള്ളത്, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു നോൺ ഫിനാൻഷ്യൽ കമ്പനിയുടെ അക്കൗണ്ടിങ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെക്കാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ക്യാഷ് കൺവേർഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം, അത് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാഷ് കൺവേർഷൻ റേഷ്യോ. അപ്പോൾ ഈ ഒരു റേഷ്യോ നിന്ന് നമുക്കൊരു കമ്പനിയുടെ ക്യാഷ് ജനറേറ്റിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഏർണിംഗ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ക്യാഷ് കൺവേർഷൻ റേഷ്യോൻ്റെ ഫോർമുല വരുന്ന ഇതാണ്: ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ ഹൈ ക്യാഷ് കൺവേർഷൻ റേഷ്യോ ആണ് ഉള്ളതെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 1 ഒക്കെ ആണെങ്കിൽ കമ്പനി അവരുടെ ഓപ്പറേഷനിൽ ഹൈലി എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ലോവർ CCR, അതായത് ലോവർ ക്യാഷ് കൺവേർഷൻ റേഷ്യോ ഉള്ള കമ്പനീസ് ആണെങ്കിൽ മേ ബി ദേ നീഡ് ടു ഫണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കമ്പനി ഹൈ ഏർണിങ്സ് കാണിച്ചുകൊണ്ട് അവരൊരു മോശം പെർഫോമൻസ് അവർ ഹൈഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഹൈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഹൈ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അവിടെ മോശം പെർഫോമൻസ് കൊണ്ട് ക്യാഷ് ഫ്ലോ നേരത്തെ അഫക്റ്റ് ആവാൻ ദാൻ കമ്പയർഡ് ടു പ്രോഫിറ്റ്സ്. അപ്പോൾ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് പോകുമ്പം അവിടുത്തെ കിങ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാഷ് തന്നെയാണ്. ഇനി സെക്കൻഡ് വൺ വന്ന് വോളറ്റിലിറ്റി ആൻഡ് ഡിപ്രീസിയേഷൻ റേറ്റ് ആണ്. അപ്പോൾ ഇയർ ടു ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനീസ് അവരുടെ ഏർണിങ്സ് നോൺ ക്യാഷ് എക്സ്പെൻസ് യൂസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ ഒരു ഡിപ്രീസിയേഷൻ റേറ്റ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ പോളിസിയൊക്കെ എല്ലാ വർഷവും സെയിം ആയിരിക്കണം. ഇനി തേർഡ് വൺ വന്ന് ചേഞ്ച് ഇൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് അവർ ലോസ് റിസർവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന റിസർവ്സ് എടുത്തിട്ട് അവർ ലോസ് അഡ്ജസ്റ്റ് കാണിക്കും. അപ്പോൾ ഇങ്ങനെ അവർ റിസർവ്സ് ആൻഡ് സർപ്ലസ് മിസ്യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ ബാലൻസ് ഷീറ്റ് ചെക്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈൽഡ് ഓൺ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്. അപ്പോൾ ഈ ഒരു റേഷ്യോ ലെസ് ദാൻ 1 to 2% ആണെങ്കിൽ ഇവിടെ നമുക്കൊരു കൺസേൺ വരുവാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്യാഷ് ആക്ച്വലി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നൊരു കൺസേൺ ആണ് ഇവിടെ വരുന്നത്. അപ്പം ഇതാണ് സത്യം സ്കാമിലും സംഭവിച്ചത്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് അവരുടെ ക്യാഷ് വേറെ കമ്പനിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. ഇനി അടുത്താണ് കണ്ടീജന്റ് ലയബിലിറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് വർത്ത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പർ കൂടുതലാണെങ്കിൽ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അതായത് കമ്പനിയുടെ നെറ്റ് വർത്തിനേക്കാളും കണ്ടീജന്റ് ലയബിലിറ്റി കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺഡിസൈറബിൾ ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമ്പനീനെ റിസ്കിലാക്കും. ഇനി തേർഡ് നമ്മൾ ക്യാഷ് തെഫ്റ്റ് ചെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ടു ഗ്രോസ് ബ്ലോക്ക് റേഷ്യോ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഇവിടെ ഓഡിറ്റേഴ്സിനൊന്നും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിന് മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഗ്രോസ് ബ്ലോക്കിനേക്കാളും ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് കൂടുതലുള്ള കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി അടുത്തത് ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ അല്ലെങ്കിൽ ഫ്രീ ക്യാഷ് ഫ്ലോ ടു മീഡിയൻ റവന്യൂ റേഷ്യോ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റേറ്റർ കമ്പനീസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും, അതായത് നമ്മുടെ കമ്പനീനെ കോമ്പറ്റേറ്റർ കമ്പനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ കുറവാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ കുറവാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമാണെന്നാണ്. അപ്പോൾ ഇനി ലോ ക്യാഷ് ഫ്ലോ മാർജിൻ ആണെങ്കിൽ കമ്പനീസ് അവരുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് മിസ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്.
ഇനി അടുത്തത് ഓഡിറ്റേഴ്സ് ഒബ്ജക്ടിവിറ്റി ചെക്കാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് ഇൻ ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ ടു ഗ്രോത്ത് ഇൻ റവന്യൂസ്. അതായത് പെട്ടെന്ന് ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഇൻക്രീസ് ആവുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ സെയിൽസിലൊരു ഇൻക്രീസ് ഇല്ല, ബട്ട് റെമ്യൂണറേഷൻ നിങ്ങൾ കൂടുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ബിക്കോസ് ഓഡിറ്റേഴ്സ് കറക്റ്റായിട്ട് ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഇഗ്നോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസും അവിടെയുണ്ട്. ഇനി ലെവൽ 2 ചെക്ക് വരുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ചെക്കാണ്. അപ്പോൾ മാസ്ലെസിൻ്റെ ലെവൽ 2 പ്രകാരം ഫോറൻസിക് ഫിൽട്ടറിലൂടെ കമ്പനി പാസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഡീപ്പ് അനാലിസിസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് മോഡൽ ബേസിക്കലി നമുക്കൊരു ഐഡിയ തരുന്നുണ്ട്, അതായത് ഏതൊക്കെ കമ്പനീസാണ് ഫേക്ക് അക്കൗണ്ടിങ് മോഡൽസ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ആക്ച്വലി ഒരു അക്കൗണ്ടിങ് ഫ്രെയിംവർക്കിലൂടെ നമുക്ക് കമ്പനികളുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അതായത് അക്കൗണ്ടിങ് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ്, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കമ്പനിയുടെ അനാലിസിസിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കോർപ്പറേറ്റ് ഗവർണൻസിൽ നമുക്ക് കമ്പനിയുടെ റൂൾസ്, പ്രാക്ടീസസ്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ എക്സാമിൻ ചെയ്യണം. അതായത് കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കീ മാനേജ്മെൻറ്റ് ഡിസിഷൻസ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി നടത്തണം. സോ നമുക്ക് ഫോറൻസിക് ഫിൽട്ടറിൽ നമ്മളിപ്പം അനാലിസിസ് ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് ചെക്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പം അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആ ഒരു ടേംസിൻ്റെ ബേസിക് പറഞ്ഞിട്ട് നമുക്ക് പറയാം, എന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റത്തെ ടേം വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROE ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് കൊണ്ട് കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROE എന്നുള്ളത്. അപ്പോൾ ഈ ROE കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് അതുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ വരുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ്. അപ്പോൾ സെയിൽസിൽ നിന്ന്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഓവർഹെഡ് കോസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോയും കൂടിയാണിത്. ഇനി തേർഡ് വൺ വരുന്നത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ ആണ്. അപ്പോൾ ഈ റേഷ്യോയിൽ നമ്മൾ കമ്പനിയുടെ സെയിൽസിനെ കമ്പനിയുടെ അസറ്റ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അസറ്റ് യൂസ് ചെയ്തിട്ട് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണിത്. അപ്പം അസറ്റ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല വരുന്ന ഇതാണ്, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്സ് എന്നുള്ളത്. ഇനി ഫോർത്ത് വൺ വരുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്യാഷ് ബോറോ ചെയ്യുകയാണ്, എന്നിട്ട് ഈ ബോറോ ചെയ്ത ക്യാഷ് ഒരു അസറ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ ബോറോയിങ് കോസ്റ്റിനേക്കാളും എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാഷ് ബോറോ ചെയ്തപ്പോൾ നമുക്ക് ബോറോയിങ് കോസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലും കൂടുതലാണ് നമ്മൾ ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നമ്മൾ റിട്ടേൺസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡ്യൂപോണ്ട് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് പ്രകാരം നമ്മുടെ കമ്പനിയുടെ ROE 3 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ROE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു അസറ്റ് ടേൺ ഓവർ ഇൻറ്റു ഇക്വിറ്റി മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയുടെ മെഷറാണ്. അതുപോലെ തന്നെ അസറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് യൂസ് എഫിഷ്യൻസിയുടെ മെഷറാണ്. അതുപോലെ തന്നെ ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മെഷറാണ്. ഇനി മാസ്ലെസ് ലെവൽ 2 ചെക്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ചെക്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് കമ്പനീസിനെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അതായത് ഓരോ കമ്പനീസിൻ്റെ റേഷ്യോയും അതുപോലെ തന്നെ അത് അക്കൗണ്ടിങ് നമ്പേഴ്സൊക്കെ വെച്ച് നമ്മൾ കമ്പനികളെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വന്നാൽ അത് സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്ത് ഡ്യൂപോണ്ട് അനാലിസിസിൻ്റെ ഹെൽപ്പോടെ കമ്പനിയുടെ ROE കോമ്പറ്റേറ്റീവ്സ് കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുഡ് വിൽ ജനറലി ബുക്സിൽ വരുന്നത് നമ്മൾ അക്വിസിഷൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ മേജർ പോർഷൻ ഗുഡ് വിൽ ആവുന്നുണ്ടെങ്കിൽ അത് വളരെ റിസ്ക്കിയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓഡിറ്റേഴ്സൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. ആനുവൽ റിപ്പോർട്ട്സിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം, അതായത് ഓഡിറ്റേഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് റിമാർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ആനുവൽ റിപ്പോർട്ടിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഐഡിയലി നമ്മൾ പറയുകയാണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്റ്റ് ചെയർമാനായിട്ട് ഉണ്ടാകണം. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യണം, അതായത് കമ്പനി ഇത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം അവിടെയുണ്ട്.
അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ക്വാളിറ്റേറ്റീവ് ചെക്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഇപ്പോൾ റിലേറ്റഡ് പാർട്ടീസ് കമ്പനിയായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുവാണ്, ലൈക്ക് ഇപ്പോൾ സെയിൽസ്, പർച്ചേസ്, ലോണൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കണം. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് ആയിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, അതായത് അവർ വേറെ ഏതെങ്കിലും അവരുടെ ബിസിനസ്സിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് മെർജർ നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ യൂസ് നമ്മൾ എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് നെഗ്നസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് കോർട്ട് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇനി പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിങ്സ് പ്ലെഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ ഇൻസൈഡർ ട്രേഡിംഗ് നമ്മൾ നോക്കണം. അതായത് കമ്പനിയുടെ അകത്തുള്ളവർ കമ്പനിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് അറിയാത്ത കുറച്ച് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ബൈ ഓർ സെൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ പ്രൊമോട്ടേഴ്സ് എത്രയാണ് പേ ചെയ്യുന്നത്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ട്രാക്കബിൾ മെട്രിക് ആണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ 3 ലെവൽ ചെക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ അതിൽ ലെവൽ 1 അതുപോലെ തന്നെ ലെവൽ 2 ഇൻ ഡെപ്തിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇൻ ഡെപ്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവൽ 1 അതുപോലെ തന്നെ ലെവൽ 2 ചെക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗ്രോ മലയാളം എന്നൊരു ചാനൽ, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.